ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു ജ്യൂസ് ഉണ്ടാക്കാം കേട്ടോ. എന്ത് ജ്യൂസ് അറിയോ? അവക്കാഡോ വെച്ചിട്ടൊരു ജ്യൂസാണ്. ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണ് കേട്ടോ. ഇതിപ്പോൾ 3 അവക്കാഡോ ഉണ്ട്. ഇതിനി ഇങ്ങനെ നടുവിലൂടെ പൊളിച്ചെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ഈ കഴമ്പുണ്ടല്ലോ, അതിങ്ങനെ സ്കൂപ്പ് ചെയ്തെടുക്കണം കേട്ടോ. ഇതിൻ്റെ കുരുവൊക്കെ നമുക്ക് എടുത്ത് മാറ്റിയിട്ട് വേണം. ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് ഉള്ളിലത്തെ പൾപ്പ് മാത്രം എടുക്കുക. അങ്ങനെ എല്ലാതിൻ്റെയും ചെയ്യട്ടെ. ഇത് നല്ലോണം പഴുത്ത് കൊണ്ടുപോകുക, അതുകൊണ്ടാണ് ഈ കറുത്ത കളർ വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റുള്ള ജ്യൂസാണ് കേട്ടോ. പോരാത്തതിന് ഹെൽത്തിയാണ് ഇതുകൊണ്ട് ജ്യൂസ് ഉണ്ടാക്കിയാൽ. അപ്പോൾ ഇതാ 2 അവക്കാഡോ നമ്മൾ പൊളിച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ സ്കൂപ്പ് ചെയ്തെടുക്കണം അതിൻ്റെ ഉള്ളത്തത്. പിന്നെ ഈ 3ാമത്തെ അവക്കാഡോ പൊളിച്ച് നോക്കുമ്പോൾ അത് കേടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര കറുപ്പായി തോന്നുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അത് നല്ല കേടാണ് തോന്നുന്നു. അപ്പോൾ ഒഴിവാക്കിട്ടോ. ഇനി ഈ 2 വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ജ്യൂസ് അടിക്കണത്. ഈ 2 ഉള്ളത്തെ കഴമ്പ് നമുക്ക് എടുക്കാം. ഇത് സ്പൂൺ കൊണ്ട് മെല്ലെ ഒന്നിങ്ങനെ തോണ്ടിയെടുത്താൽ തന്നെ പോരും കേട്ടോ. അത്രയും പഴുത്തിട്ടുണ്ട് ഇത്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഈ കറുപ്പ് കളർ വന്നിരിക്കുന്നത് ചില ഭാഗങ്ങളൊക്കെ. അപ്പോൾ ഈ നല്ല കറുപ്പുള്ള ഭാഗമൊക്കെ ഞാൻ മാറ്റിയാണ് കേട്ടോ. കുഴപ്പമൊന്നുമില്ല, നല്ലോണം പഴുത്തിക്കണമെന്നുള്ളൂ, അല്ലാതെ കേടൊന്നുമില്ല. പക്ഷേ അത് കാണുമ്പോൾ എന്തോ ഒരു വിഷമം. അപ്പോൾ അതാണ് മാറ്റി കൊടുത്തിട്ട് നല്ല ഭാഗമാണ് കേട്ടോ ഞാൻ എടുക്കണം. പിന്നെ മുഴുവനായിട്ട് കറുപ്പുള്ള ഫുള്ള് കളയാനായിട്ട് നിന്നാൽ മുഴുവൻ ഒഴിവാക്കേണ്ടി വരും. ഇത് ഞാൻ നല്ലോണം പഴുക്കട്ടെ വിചാരിച്ചെടുത്ത് വെച്ച് തന്നെ കേട്ടോ. നല്ല പഴുക്കാതെ ജ്യൂസ് അടിച്ചാൽ ഒരു കയ്പ്പുണ്ടാവും. അപ്പോൾ നല്ല പഴുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചു. 2 ദിവസം വാങ്ങിയിട്ട് 2 ദിവസമായി. അപ്പോൾ നല്ലോണം പഴുത്തതിന് ശേഷമാണ് ഇപ്പോൾ ജ്യൂസ് അടിക്കുന്നത്. ഇത് ഈ പച്ച കളറുള്ള അവക്കാഡോ ഇല്ലേ, ഇതേപോലത്തെ ഒരു വൈലറ്റ് കളറുള്ളതും ഉണ്ട് കേട്ടോ. തൊലി വൈലറ്റ് കളറ്, ഉൾഭാഗമൊക്കെ ഇങ്ങനെ തന്നെ തോന്നുന്നുണ്ട്. പിന്നെ അത് ഇതിൻ്റെ മുന്നേ കുറച്ച് ദിവസം മുന്നേ അത് വാങ്ങിയിരുന്നു കേട്ടോ. പക്ഷെ അത് ജ്യൂസ് അടിച്ചപ്പോൾ ഭയങ്കര കയ്പ്പ്. നല്ല പഴുക്കുകയൊക്കെ ചെയ്തിരുന്നു, പക്ഷെ ഭയങ്കര കയ്പ്പ് കേട്ടോ. പിന്നെ ഈ പച്ചനെയാണ് ടേസ്റ്റ് എനിക്ക് തോന്നിയത് കേട്ടോ. എല്ലാവർക്കും എങ്ങനെ അറിയില്ല. അപ്പോൾ അതായത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു ഈ പൾപ്പ് മുഴുവനും. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും ചേർത്തു. പിന്നെ അത് മുങ്ങി കിടക്കാൻ പാകത്തിന് പാലും ചേർത്ത് കൊടുത്തു. ഇനി ഇത് മിക്സി അടച്ച് വെച്ചിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. ഇതിൽ അരിക്കാനൊന്നും ഉണ്ടാവില്ല കേട്ടോ. നല്ലോണം മിക്സിയിൽ അടിച്ചെടുത്താൽ ഇത് നന്നായിട്ട് തന്നെ അരഞ്ഞു കിട്ടും കേട്ടോ. നൈസായിട്ടുള്ളൊരു ജ്യൂസാണിത്. അരിപ്പയിൽ അരിക്കാനൊന്നുമില്ല കേട്ടോ ഇത്. അതേപോലെ തന്നെ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസാണ്. നമ്മളിതിൽ പഞ്ചസാരയാണ് ചേർത്തത്. പഞ്ചസാരക്ക് പകരം കൽക്കണ്ടം അതുപോലെ എന്തെങ്കിലുമൊക്കെ ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചേർക്കുകയാണെങ്കിൽ ഒന്നും കൂടി ബെറ്റർ ആയിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പഞ്ചസാര ചേർത്തു. ഇതിവിടെ എല്ലാവർക്കും ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഇതാരും ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ടൊന്ന് കുടിച്ച് നോക്കുന്നുണ്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയവരുണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായം കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.